വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടത്തിവരുന്ന സമരം 17ാം ദിവസത്തിലേക്ക്. കെടാത്ത സമരവീര്യത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വിവിധ സംഘടനകളും രംഗത്തുവന്നു. വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാകും. അതിനിടെ സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്കെതിരെ വീണ്ടും നടപടിയെടുത്തു. മഹാസംഗമത്തിൽ പങ്കെടുത്ത 14 പേർക്ക് കൂടി നോട്ടീസ് അയച്ചു. ഫെബ്രുവരി 10-ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ ആരംഭിച്ച സമരം 17ാം ദിവസം പിന്നിടുന്നു. സമരത്തിന്റെ വിവിധ ഘട്ടങ്ങളിലായി വിവിധ രാഷ്ട്രീയ സംഘടനകൾ ആശാ സഹോദരിമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തി. 2020 പ്രവർത്തകരും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇന്ന് സമരവേദിയിലേക്കെത്തി. RSP നേതാവ് ഷിബു ബേബി ജോണും സമരവേദിയിലെത്തി. ന്യായമായ സമരത്തെ സർക്കാർ അംഗീകരിക്കാൻ തയ്യാറാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു ന്യായമായ ആവശ്യവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സ്ത്രീകൾ പണിമുടക്കി അതിന്റെ മുൻപന്തിയിൽ വരുമ്പോൾ അത് പരിഹരിക്കുക എന്നുള്ളൊരു സാമാന്യ മര്യാദ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. സമരം ചെയ്യുന്നത് ഈർക്കിൽ സംഘടന എന്ന CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീമിന്റെ പ്രസ്താവനയെ ആശാ വർക്കർമാർ രൂക്ഷമായി വിമർശിച്ചു. ഈർക്കിൽ പാർട്ടി നടത്തുന്നു, വലിയ പാർട്ടി നടത്തുന്നു എന്നുള്ളതല്ല വിഷയം ന്യായമായ ഡിമാൻഡാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആശാ വർക്കർമാർ ഈ സമരം വിജയിച്ചിട്ട് മാത്രമേ ഇതിൽ നിന്ന് പിൻവാങ്ങുകയുള്ളൂ എന്നുള്ളതാണ് അഭിപ്രായം. ജോലിയിൽ തിരികെ പ്രവേശിച്ചില്ലെങ്കിൽ പകരം സംവിധാനം ഏർപ്പെടുത്തുമെന്ന സർക്കാർ നിലപാടിനെ തള്ളിക്കളയുകയാണിവർ. ഇത്ര വലിയ പങ്കാളിത്തം സമരത്തിൽ പണി മുടക്കിക്കൊണ്ട് സമരത്തിൽ ഇത്ര ആശമാരുടെ പങ്കാളിത്തം കണ്ടതുകൊണ്ടുണ്ടായ ഒരു വിഭ്രമം കൊണ്ടാണ് ഇതിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആദ്യം പറഞ്ഞത് എന്താണ്, ആരും പണിമുടക്കുന്നൊന്നുമില്ല, വളരെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അതിൽ നിന്നും വ്യത്യസ്തമായി യാഥാർത്ഥ്യം വേറൊന്നാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി, കാരണം പാവപ്പെട്ട ആളുകളാണ് എന്നുള്ള ധാരണയിൽ ഇങ്ങനെയുള്ള ഭീഷണിയൊക്കെ മുഴക്കിയാൽ ഇവരൊക്കെ തിരിഞ്ഞു പൊയ്ക്കോളും എന്നുള്ള ധാരണയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് തെറ്റായ ധാരണയാണ്. ഈ ആളുകൾ ആശമാർ എന്ന് പറയുന്നത് വളരെ അടിസ്ഥാന ജോലികൾ ചെയ്യുന്ന അഭിമാനികളായ, നിശ്ചയദാർഢ്യമുള്ള, ബോധമുള്ള, രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ആളുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവർക്കറിയാം സമരം ചെയ്താലേ നേടുകയുള്ളൂ എന്നുള്ളത്. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമര പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് കേരള ആശാ വർക്കേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.